എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ 2-3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഞാൻ ഈ വീഡിയോ എടുത്തത് പോർട്രേറ്റ് മോഡിലാണ്. യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് ലാൻഡ്സ്കേപ്പിൽ എടുക്കണം തോന്നുന്നു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ആ ഒരു വിഷ്വലാണ് നിങ്ങൾക്ക് കാണുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ലോങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴുമാണ് മനസ്സിലായത് ഇത് ഒരു വീഡിയോയിൽ പോസിബിൾ അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ 4 ദിവസത്തെ 4 വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും എന്ത് പറയണം എന്ന് നേരെ മാർഗ്ഗം അറിയാത്തത് കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് വേഗം അപ്ലോഡ് ചെയ്യാനുള്ളൊരു കാര്യം തന്നെ എല്ലാവരും ചോദിച്ചു എവിടെ തായ്ലൻഡ് പോയ വിശേഷങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം എന്തായി ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ തായ്ലൻഡിലേക്ക്. വിഘ്നേഷ് ചേട്ടൻ്റെ 2 സുഹൃത്തുക്കളും ഞങ്ങളുടെ ഒപ്പമുണ്ട്, അവരുടെ ഫാമിലി ഒപ്പമുണ്ട്. പക്ഷേ അവർ കൊച്ചിയിൽ നിന്ന് നേരിട്ട് വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറുകയാണ് ചെയ്തത്. ദക്ഷൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോകുമ്പോഴൊക്കെ. 3 മണിക്കായിരുന്നു ബോർഡിങ് പറഞ്ഞാൽ ചെക്കിൻ ടൈം. ഫ്ലൈറ്റ് 6 മണിക്കായിരുന്നു. പക്ഷെ അവൻ ഉണർന്നുകൊണ്ട് തന്നെ ആയിരുന്നു. രാത്രിക്ക് ഉറങ്ങി. എന്നിട്ട് പിന്നെ കറക്റ്റ് 3 മണി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ അവൻ ഉണർന്നു. അവിടെ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. എല്ലാം ഓക്കെയാണ്. അവൻ ഹാപ്പി ആയിരുന്നു. അവനെയും കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് വീഡിയോ ആണ്. അപ്പം ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ചിലപ്പോൾ പാളിച്ചകൾ വരും. അപ്പോൾ എനിക്ക് ആദ്യം മുതൽ പിന്നെയും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ അത്ര കറക്റ്റായിട്ട് വന്നോളണമെന്നില്ല, ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ അവൻ്റെ വേണ്ട സമയത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആയിരുന്നു. അവൻ ഫുൾ സഹകരണമായിരുന്നു ഈ ട്രിപ്പിന്. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നടന്നു പോയത്. അതിൽ കൂടെ മാത്രമേ നടന്നു പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. മുന്നേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. എന്താണോ അങ്ങനെ, ഞാൻ മുന്നേ അച്ഛൻ്റെ അടുത്ത് മസ്കറ്റിക്ക് മാത്രമേ ഒരു ട്രിപ്പിന് വേണ്ടി പോയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം നമുക്ക് എല്ലാം ഒരു അത്ഭുതമാണ്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴും കാര്യങ്ങളെല്ലാം കാണുന്നതൊക്കെ ഭയങ്കര ഞാനെന്തോ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയ പോലെയൊക്കെ ആയിരുന്നു ഞാൻ അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ലോഞ്ചിലേക്ക് എൻട്രിക്കുള്ള ആക്സസിൻ്റെ ക്യൂ ആയിരുന്നു. വിഘ്നേഷ് ചേട്ടൻ്റെ ഒരു കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് സുസ്മിത എനിക്കൊരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഘ്നേഷ് ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഡബിൾ സ്വൈപ്പ് ചെയ്തിട്ട് കയറാനാണ് പറ്റിയത്. ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് അധികം വീഡിയോ ഞാൻ എടുത്തില്ല. കാരണം ഞാൻ ദക്ഷൂട്ടിന് ഭക്ഷണം കൊടുക്കലും പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ ആയിട്ട് അവിടെ ഞങ്ങൾ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. ഇനി ഞങ്ങൾ ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എയർപോർട്ടിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ഈ ഒരു നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമാണ്. കാരണം അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണിത്. ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സുങ്കു ഭയങ്കര എന്താ പറയുക അത്ഭുതത്തോടെ ഇരുന്നു. കുറേ ആൾക്കാരെ കാണുന്നു, എങ്ങനെയോ പോകുന്നു, എങ്ങോട്ടോ പോകുന്നു, അങ്ങനെയായിരുന്നു. അവനെ കൊണ്ട് കരച്ചിലില്ലാത്ത കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ് ശരിക്കും. ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന സമയത്തും സുങ്കു ഭയങ്കര, ഞങ്ങൾ ദക്ഷൂട്ടിനെ സുങ്കു എന്ന് ഇടയ്ക്ക് വിളിക്കും. അതാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ വായിൽ സുങ്കു എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആ സമയത്ത് അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവനെല്ലാം നോക്കിയിട്ടും കണ്ടിട്ടും ഇരിക്കുക തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇൻഫൻ്റ് ഉള്ള കാരണം സൈഡ് സീറ്റിന് തരുകയും ചെയ്തു. അവിടെ ഓക്സിജൻ മാസ്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൈഡ് സീറ്റ് തരികയാണ് ചെയ്തത്. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആ സമയത്ത് എന്തൊക്കെയോ മനസ്സിൽ കൂടെ നമുക്കിങ്ങനെ പോവും. ഇത് ശരിക്കും ഇത് നടക്കുന്നതാണോ, നമ്മളെങ്ങനെ ഇതിങ്ങനെ പോകുന്നത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ തന്നെ സുങ്കു ഉറങ്ങി, വിഘ്നേഷ് ചേട്ടനും ഉറങ്ങി, ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ഉണ്ടായിരുന്നു കുറേ നേരം. എങ്ങനെ ഇതിനിടയിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ കുറേ ആലോചിക്കേണ്ടായിരുന്നു. കറക്റ്റ് എങ്ങനെയാണ് അവർക്ക് എന്താ പറയുക ഈ ആകാശത്തിലൂടെ തായ്ലൻഡിലേക്ക് എത്തുന്നത്. സംഭവങ്ങൾ അവിടെ ബാക്കിലെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നന്ദി ഹിൽസിൽ പോയ സമയത്ത് ഇങ്ങനെ ആ മേഘങ്ങൾ കാണുന്ന ആ ഒരു ഫീൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതെനിക്ക് വാക്കുകൾ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് ഒട്ടും അറിയണില്ല. അത്രയും മനോഹരമായിരുന്നു. ഒരു കുട്ടി എൻ്റെ മുന്നിൽ സീറ്റിലിരിക്കുന്ന കുട്ടിയടക്കം അങ്ങനെ കുറേ നേരം അതെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു ഈ വ്യൂ എന്ന് പറയുന്നത്.
സുമു എൻ്റെ മടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മുതൽ ഉറങ്ങിയതാണ് അവൻ. പിന്നെ അവൻ ഉണർന്നിട്ടേ ഇല്ല. കുറേ നേരം ഞാനിങ്ങനെ ഫോണും പിടിച്ചിട്ട് അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറയണമല്ലോ എന്ന് ആലോചിച്ചിട്ടും കൂടി ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റു. അവൻ ഇങ്ങനെ എന്താണ് ഇതിപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ളൊരു അത്ഭുതമായിരുന്നു ആദ്യം. പിന്നെ അവൻ്റെ ഉറക്കം നേരെ ആവാത്ത കാരണം ഏട്ടൻ അവനെ ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. കുറേ നേരം അവൻ അങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടും പുറത്തേക്ക് നോക്കിയിട്ടൊക്കെ കടന്നുകൊണ്ടിരുന്നു. അവന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇതൊക്കെ ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവൻ്റെ ഈ ഒരു പ്രായത്തിൽ തന്നെ അവനിപ്പോൾ ഇതൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നീട് ഈ പറയണ പോലെ അവൻ വലുതാകുമ്പോൾ അവന് കാണാമല്ലോ അവൻ ഈ ഒരു പ്രായത്തിൽ ഇവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ചെവിയിൽ ഇത് വെച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെവി അടയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. തായ്ലൻഡിൻ്റെ ലാൻഡിങ് എന്ന് പറയുന്നത് കണ്ടോ, കറക്റ്റ് കടലിൻ്റെ സൈഡിലാണ് അവരുടെ എയർപോർട്ട് വരുന്നത്. അപ്പോൾ അതും ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു. കാരണം അത്രയും നേരം കടലിൻ്റെ മുകളിൽ കൂടെ പറന്നിട്ട് കറക്റ്റ് ഞങ്ങൾ ആ ഒരു സമയത്ത് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഫീലായിരുന്നു. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ ആ ഇമിഗ്രേഷൻ്റെ ക്യൂ ഉണ്ടായിരുന്നത്. അത് കുറേ നേരം 1.5 മണിക്കൂർ അടക്കം നിന്നിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. പിന്നെ ബാഗേജൊക്കെ എടുത്ത് റെഡി ആകുമ്പോഴേക്കും അവിടെ കുറച്ചിലെ കൺഫ്യൂഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങളുടെ പെട്ടി വന്നിട്ട് ആരോ താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം തിരഞ്ഞിട്ടാണ് കിട്ടിയത് കേട്ടോ. ഈ സമയം കൊണ്ട് വിഘ്നേശ്വരൻ്റെ 2 ഫ്രണ്ട്സ് ട്രിപ്പിനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർ ഓൾറെഡി പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു പാർക്കിംഗ് ഏരിയയിൽ. അജീഷ് ഏട്ടനും കൃഷ്ണദാസ് ഏട്ടനും അവരുടെ ഫാമിലി ഉണ്ട് കേട്ടോ. അവർ ഇനി പോകെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു കാറ് റെൻറ്റിന് എടുത്തിരിക്കുകയായിരുന്നു. അജീഷ് ഏട്ടൻ തന്നെയായിരുന്നു ഫുള്ള് ഡ്രൈവിങ്ങും പരിപാടികളൊക്കെ. ഒരു 7 സീറ്ററിൻ്റെ വണ്ടി, എക്സ്പാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. തായ്ലൻഡിലും റൈറ്റ് സൈഡ് തന്നെയാണ് ഡ്രൈവിങ്. അവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഈ പുറത്തു കൂടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ തന്നെ കേട്ടോ തോന്നുന്നത്. നമ്മുടെ നാട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു ഏരിയ. അതായത് ഞാൻ എന്നിട്ട് പറഞ്ഞു നമ്മൾ തായ്ലൻഡിൽ തന്നെയാണോ വന്നതെന്നുള്ളൊരു സംശയം വരും. കാരണം അതേപോലെയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ സ്വപ്നങ്ങളിലും മനസ്സിലുമുള്ളൊരു തായ്ലൻഡ് ചിലപ്പോൾ വേറെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് അധികവും വരിക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുങ്കുവിന് ഉറക്കം വന്നു. അങ്ങനെ ഏട്ടൻ്റെ മേലെ കിടന്ന് അവൻ അങ്ങനെ കുറേ നേരം ഉറങ്ങിക്കൊണ്ടിരുന്നു. കാരണം എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച വില്ല കേട്ടോ. AP ഗ്രാൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലയായിരുന്നു. അതിൽ ഒരു വില്ലയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫ്ലോറാണുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഹാളും ഡൈനിങ് ഹാളും, ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമും ഏറ്റവും മേലത്തെ ഫ്ലോറിൽ 1 റൂം, അങ്ങനെയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈ വീഡിയോയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിർത്തേണ്ട വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തതാണ്. ഞങ്ങൾ ഫസ്റ്റ് അന്ന് എത്തിയ ദിവസം 11 മണിക്ക് എത്തിയിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു മോളിലേക്കാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ KFCയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുട്ടികൾ ചെറുതായിട്ട് സൈഡായി. അങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുകയുണ്ടായിരുന്നത്. അന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ആദ്യം ബീച്ചിൽ പോയാലെന്ന് വിചാരിച്ചു. പിന്നെ മഴ വരുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് മോളിൻ്റെ ഉള്ളിൽ തന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കടകളൊക്കെ കണ്ടും അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ പട്ടോങ് മാർക്കറ്റിൽ കൂടെ നടക്കുകയുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അജയ് ചേട്ടൻ ഞങ്ങളിങ്ങനെ ആ ഒരു മാർക്കറ്റ് കുറേ കാണിച്ചു. അവിടെ കുറേ കടകൾ, സൈഡിൽ ഇഷ്ടംപോലെ കടകളുണ്ടാവും. ഇതാ മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അവിടെ അവർ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ബോട്ടും ഷിപ്പൊക്കെ. ആ മുന്നിൽ നടക്കുന്നതാണ് എനിക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ നേരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം പോകെ. കുട്ടികളെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബേബി കാരിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ടില്ല തോന്നുന്നു. നമ്മുടെ ബാംഗ്ലൂരത്തേക്ക് ഒരു മോള് പോലെ തന്നെ ആ ഒരു മോള് ഫീൽ ചെയ്യാല്ല. എല്ലാ മോളും ഒരേപോലെയാണ്, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് വേറെ എന്തോ എന്നുള്ളൊരു ഫീൽ ആവുമല്ലോ എപ്പോഴും. ഇതായിരുന്നു കേട്ടോ മാൾ. ഇതാണ് ആ മോളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. രാത്രി വൻ ട്രാഫിക്കാണ്. നമ്മുടെ ഈ ബാംഗ്ലൂർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവിടെ രാത്രി ട്രാഫിക് തന്നെയാണ്. അതേപോലെ എന്ന് പറയാനില്ല, അത്രയ്ക്കില്ല, പക്ഷെ എന്നാലും ട്രാഫിക് തന്നെയാണ്. നിറയെ ഓപ്പൺ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റുകളാണ് അവിടെ അധികവും സൈഡിൽ കൂടെയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ ഫുഡ് സൈഡിൽ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. നമ്മളെ
അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അവിടുത്തെ ഒരു വീഡ് ഷോപ്പാണ് കേട്ടോ. അവിടെ ഈ പറയുന്ന പോലെ അതെല്ലാം ലീഗലാണല്ലോ, അപ്പം നിറയെ ഈ പറയുന്ന പോലെ ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയതാണ്. ഈ കണ്ടോ, ഈ ചോക്ലേറ്റ് പോലെയും പേസ്ട്രി പോലെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം അതാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉള്ളിൽ പോയിട്ട് അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് വന്നു. എന്താ കാരിയർ ഉപയോഗിച്ചിട്ട് കുട്ടികളെ എല്ലാവരെയും അച്ഛന്മാർ മേലെ തൂക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ നടന്നു ഞങ്ങൾ, മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട. അതിൻ്റെ സൈഡിൽ കാണുന്ന പട്ടോങ് ബീച്ചാണ് കേട്ടോ. അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ആ ഒരു സൈഡ് മൊത്തം ബീച്ചും ഈ സൈഡ് മൊത്തം ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ കടകളും പരിപാടികളൊക്കെയാണ്. ഇതാണ് പട്ടോങ് അത് മാർക്കറ്റ്. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സുങ്ങിനെ കണ്ടിട്ട് ഏതോ ഒരു സ്ത്രീ വന്നിട്ട് കുറേ കൊഞ്ചിച്ചു, കുറേ എന്തൊക്കെയോ ക്യൂട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയമ്മ കുറേ എന്തൊക്കെ ആക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനിത് ഇടയിൽ എങ്ങനെ വന്നതെന്നറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യ കൊച്ചിയിൽ നിന്നും കൃഷ്ണാസേട്ടൻ സൗദിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു കൃഷ്ണാസേട്ടൻ കൊച്ചിയിൽ വന്നിട്ടാണ് ഒപ്പം പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു സർപ്രൈസ് വീഡിയോ ആണ്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇത് ആഡ് ചെയ്ത് പോയതാണ് ഇടയിൽ. ഞാനിത് ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ ഞാൻ കുട്ടീനെയും കൊണ്ട്, ഇവർ ശ്രീലക്ഷ്മി ചേച്ചി അജീഷ് ചേട്ടനും ഉണ്ട് കുട്ടിയും കൊണ്ട്, പക്ഷെ എന്നാലും അവൾക്കൊരു ടെൻഷനായിരുന്നു ലഗേജും കുട്ടിയും ഞാനും ഒറ്റയ്ക്ക് പോകണ്ടേന്നൊക്കെ. പക്ഷേ കൃഷ്ണാസേട്ടന് സൗദിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് കൂടുതൽ അവർ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ മുകളിൽ പോയി ഇരുന്നിട്ട് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കലും. ഭക്ഷണം അവിടുത്തെ ഒരു സീന് പരിപാടി തന്നെ കേട്ടോ. നമുക്ക് വേണ്ട ഭക്ഷണം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സുങ്കു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അവൻ ഉണർന്നു. ആസ് യൂഷ്വൽ അവൻ്റെ പരിപാടി അവൻ തുടങ്ങി. പിന്നെ വിഘ്നേഷ് ചേട്ടൻ കിടന്നുറക്കം തന്നെയായിരുന്നു. ബാൽക്കണിയിൽ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂസാണ്. ഞാൻ ഒരുപാട് റീലുകൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് വെറുപ്പിച്ചിരുന്നു ഡാൻസിൻ്റെ ഒക്കെ. കാരണം നല്ലൊരു വ്യൂ കിട്ടിയ സമയത്ത് ഞാൻ എന്തിനാ വെച്ചാൽ മാക്സിമം അതിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. എനിക്കിത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് തുറന്നിട്ടാണ് ഞാനത് പുറത്തേക്ക് എത്തിയത്. നമുക്ക് റൂമിൽ നിന്നല്ലാതെ ഔട്ട് സൈഡിൽ നിന്നും ഈ ബാൽക്കണിക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, നല്ല സുഖമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ രാത്രിക്ക് അധികം മഴ ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക അവിടെ വന്ന് ഇരിക്കാനോ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൂളൊക്കെ അടിപൊളിയായിരുന്നു, പൂളിലും ഇറങ്ങാൻ പറ്റിയില്ല. അതും പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഒരുപാട് റീലുകൾ എടുത്തിരിക്കുന്നത്. നല്ലൊരു അതായത് നല്ലൊരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഡാൻസൊന്നും അത്രയ്ക്ക് നല്ലതേ അല്ല അതിൽ, പക്ഷെ എനിക്കെന്താ വെച്ചാൽ അങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ് ഞാൻ അവനെ. ഈ ഒരു ദിവസം എന്താ വെച്ചാൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ശ്രീലക്ഷ്മി ചേച്ചിയും ദൃശ്യം കൂടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു നമ്മളെല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട്. ഇവരറിയാതെ ഇവർക്ക് 3 പേർക്ക് ഒരേ ടീഷർട്ട് എടുത്തു, കുട്ടികൾക്ക് ഒരേ ഡ്രസ്സ് എടുത്തു, ഞങ്ങളും ഒരേപോലെ ടീഷർട്ട് എടുത്തു. പക്ഷേ ആ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലുള്ളൊരു വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് മൊത്തം പാളി. ഇപ്പം ഞങ്ങൾ മാത്രമേ റെഡി ആയുള്ളൂ നേരത്തെ, അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഓൾറെഡി അവർക്കൊക്കെ മനസ്സിലായി ഇത് ഒരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു. പക്ഷെ അത് എന്താ പറയുക പൊട്ടി പാളീസായി എന്ന് പറയില്ല, അതാണ് ഉണ്ടായത്. അവർക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു എക്സ്പ്രഷനോടെ എല്ലാവരുടെയും ഇത് കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ ട്രാവൽ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എനിക്കറിയാം സംസാരിക്കുമ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുള്ളത്. കാരണം ഇതൊരു ലെങ്തി വീഡിയോ ആയത് കാരണം എനിക്ക് പിന്നെയും ബാക്ക് പോയി എഡിറ്റ് ചെയ്യൽ നടക്കണ കാര്യമില്ല. അതാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ ഈ എന്താ 11-7 എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇഷ്ടം പോലെ അവരുടെ ബ്രാഞ്ചുകൾ എവിടെ നോക്കിയാലും 11-7 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ, പക്ഷേ എന്താ വെച്ചാൽ കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും. എന്താ മദ്യക്കുപ്പികളൊക്കെ എന്തായാലും ഉണ്ടാവും എല്ലാത്തിലും. പിന്നെ കളർ ബ്രെഡുകളൊക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അധികം രാവിലത്തെ അവിടുന്ന് ഓരോ വാങ്ങുന്ന സാധനങ്ങളായിരുന്നു. ഈ ബ്രെഡ്, ബണ്ണ്, അങ്ങനെ അവിടെ കിട്ടുന്ന ഓരോ ടൈപ്പ് സാധനങ്ങളായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ 11-7 എന്ന് പറയുന്നത്. ഈ ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് ഇതാണ് ഞങ്ങൾ കഴിച്ചത്. ഇഷ്ടംപോലെ എന്താ പറയുക എവിടെ നോക്കിയാലും ഈ 11-7 ഉള്ള കാരണം നമുക്ക് ഫുഡിന് അത്ര പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഞങ്ങൾ ആദ്യം ഇവിടെ പോയത് ടൈഗർ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ്. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ ടൈഗേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് സൈസുള്ള ടൈഗറിൻ്റെ അടുത്താണോ പോകേണ്ടത് അതിന് വേണ്ടി പേ ചെയ്യണം നമ്മൾ. അങ്ങനെയായിരുന്നു. ഞങ്ങൾ മീഡിയം സൈസാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെ നമുക്ക് ഒരാൾക്ക് 2000 രൂപയായിരുന്നു കേട്ടോ. തായ് ബാത്ത് അല്ല ഞാൻ പറയണത്, ഞാൻ ഇന്ത്യൻ മണി തന്നെയാണ് പറയണത്.
സുങ്കു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അന്നൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവനെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് 3 പേരും അതെ വൻ സഹകരണം തന്നെയായിരുന്നു. അല്ലിക്കുട്ടിയാണെങ്കിലും ശരി, ധ്രുവ ആണെങ്കിലും ശരി, എല്ലാ 3 കുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ എടുത്തു നടക്കുന്ന ഒരു സീനുള്ള കാരണം അച്ഛന്മാരുടെ ഈ ക്യാരിയർ കൊടുത്തിട്ട് കുട്ടികളെ ഏൽപ്പിച്ചു. അതാണ് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി. ഇതാണ് കേട്ടോ ഞങ്ങൾ അല്ലിക്കൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല, കാരണം അവൾക്കൊന്നും അറിയാറായിട്ടില്ലല്ലോ. അപ്പോൾ അത് പുലിയാണ് അല്ലെങ്കിൽ അതെന്തെങ്കിലും ചെയ്യും അങ്ങനെയൊന്നും അറിയാറായിട്ടില്ലല്ലോ. അത് കാരണം ആർക്കും വലിയ പേടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ഈ പറഞ്ഞ പോലെ മയക്ക് വെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കിയിട്ടാണല്ലോ അവിടെ അതിനെ ഇരുത്തിയിരിക്കുന്നത്. കാരണം നമുക്കും എനിക്ക് നല്ല പേടിയായിരുന്നു അടുത്ത് പോകുന്ന സമയത്ത്. പക്ഷേ എന്താ പറയുക, അതൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ എല്ലാവരും ഉള്ളിൽ പോകുന്നത്. ഞങ്ങൾ മാക്സിമം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. സുങ്കു എനിക്ക് ഭയങ്കര പേടി. ഞാനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയണ്ട, ഏട്ടാ കുട്ടിയുടെ മുഖത്ത് തട്ടണ്ടെന്നൊക്കെ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുക. അവനിത് എന്തോ ഒരു സാധനം എന്നുള്ളതിൽ അവൻ നോക്കണമുണ്ട്, അവൻ അതിൻ്റെ തൊടാനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏട്ടന് പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പിന്നെ ആ ഒരു സുഖം കിട്ടണം, കാരണം അതിങ്ങനെ കാണിച്ചു കൊടുക്കണമുണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എവിടെയും കിട്ടില്ലല്ലോ ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോയാൽ മാത്രമല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ആദ്യം പറഞ്ഞു സൂക്ഷിക്കണം, പോകുമ്പോൾ എന്താണ് നല്ലോണം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പേടിയും ഉണ്ടായിരുന്നു, അതിനൊപ്പം അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ കടന്നിട്ടായിരുന്നു ഈ ഒരു വീഡിയോ മീൻസ് ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അടിപൊളിയായിരുന്നു അത്. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല പേടിയായിരുന്നു. ഞാൻ കാണിക്കില്ല, പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത് എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ അവരെല്ലാവരും ഇതിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുഖത്തെ പേടിയൊക്കെ മറച്ച് ഈ പറയണ പോലെ ഫോട്ടോ കിട്ടാനും വീഡിയോ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണിത്. മതിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇത് അയാൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് അയാൾ ആ വീഡിയോ എടുത്തു തന്നിട്ടുണ്ട്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. അവിടെ വേറെയും ഈ പറഞ്ഞ പോലെ പുലികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഈ വീഡിയോയിലൊക്കെ ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ട്രിപ്പ് പോണതും ഇങ്ങനെ എനിക്ക് പറ്റിയ കമ്പനിയുള്ള ആൾക്കാരോടൊപ്പം ഇങ്ങനെ പോകാൻ പറ്റുന്നതും. ഞങ്ങളുടെ ചാലഞ്ച് കുട്ടികളെയും കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞത്. പക്ഷെ അതും നല്ല രീതിയിൽ തന്നെയാണ് പോയതൊക്കെ. സുങ്കു എന്താണ് എവിടെയോ വന്നു, കാരണം അവൻ എപ്പോഴും ഈ ബാംഗ്ലൂർ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവൻ അതൊക്കെ ഭയങ്കര എന്താ പറയുക, അവന് എന്താന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു അമ്പലത്തേക്കാണ്. അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയാം. ഇതതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയൊരു കടയിൽ ഞങ്ങൾ ജ്യൂസും ബർഗറൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. വച്ചലം എന്നാണ് ഈ ഒരു അമ്പലങ്ങളുടെ പേര്. ഇതെന്ന് വെച്ചാൽ അമ്പലം, അതായത് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ അമ്പലങ്ങൾ, ബുദ്ധനാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ഈ പറയണ പോലെ അവിടെ എന്താ പറയുക, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിൽ പോയിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് ബുദ്ധൻ്റെ സ്റ്റാച്യൂസാണ് അതിൽ മൊത്തം ഉള്ളത്. ഈ ഒരു സംഭവം കണ്ടോ, ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഈ അമ്പലങ്ങളിൽ വെടിവഴിപാട് ചെയ്യില്ല, അതേപോലെയാണ് അവരവിടെ ചെയ്യുന്നത്. അവരുടെ എന്തോ ഇത് കൊടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ പുറത്ത് തന്നെ നല്ല സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല കാറ്റും തണലും ഒക്കെ ആയിരുന്നു അവിടെ. അതുതന്നെ ഞങ്ങൾ 3 കുട്ടികൾക്കും അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. ആ പരിപാടികൾ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും ആണല്ലോ. അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കങ്ങനെ നമ്മുടെ യാത്ര തുടരാമല്ലോ. അത് തന്നെ 3 പേർക്കും അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് അവരെ ഞങ്ങൾ തൃപ്തരാക്കി. ഇവൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം 2 കുട്ടികളെയും എന്താ പറയുക തൊടും അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അവർ 2 പേരെയും തൊടാനും ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വരാനും ഒക്കെ. അത് കാരണം അവൾക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, ഇവർക്കും അവളെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ 3 പേർക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് അമ്പലത്തേക്ക് പോയി. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ, അതായത് ഒരു ഏരിയ മൊത്തം കുറേ അമ്പലങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തട്ടി നിരത്തി പാത്രങ്ങളൊക്കെ അവിടെ ഒരു ഡോഗ് അപ്പിയുള്ള കാരണം അതിൽ ചവിട്ടുന്നുകൊണ്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ലാസ്റ്റ് ചെരുപ്പിട്ടിട്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു.
കുട്ടികൾക്ക് സെർലാക്ക് ഇവർക്ക് രണ്ടുപേർക്കും സെർലാക്ക് കൊടുത്തു, 2 ചെറിയ കുട്ടികൾക്ക്. അല്ലിക്ക് ശ്രീലക്ഷ്മി ചേച്ചി രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്, ഹോട്ട് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇത് ദൃശ്യ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങളിങ്ങനെ അവിടെ പുറത്തിരിക്കുകയായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. അവനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോലെ പുറത്ത് എന്താ ഈ ചെടിയും മേലെയും അതെന്നൊക്കെ പറിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂസാണ് ഉള്ളത് എന്നുള്ളത്. അതാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് നമ്മുടെ അമ്പലങ്ങളും ഇവരുടേതും എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതാണ് ആ അമ്പലത്തിൻ്റെ ഉൾഭാഗവും ഏരിയയ്ക്ക്. ഞങ്ങളിങ്ങനെ അതും ഒരു ഇതെന്ന് പറയുന്നത് 3-4 നിലയാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സംശയമാണ് കേട്ടോ. കാരണം ഇത് ഫുള്ള് വോയിസ് ഓവർ ചെയ്യണോ അതോ പാട്ട് ഇടയിൽ ഇടണോ, അതെനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുട്ടൻസ് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയിട്ടുമില്ല, എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പരിപാടി, അല്ലെങ്കിൽ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അത് കാരണം എൻ്റെ വോയിസ് തന്നെ ആയിരിക്കും ഇതിൽ ഫുള്ള് കേൾക്കുന്നുണ്ടാവും. ഇതൊരു ലെങ്തി വീഡിയോ ആണ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഇത് കറക്റ്റായിട്ട് വരുമോ, എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അത് കാരണം ഈ വീഡിയോ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് കാരണം ഈ ഒരു വീഡിയോ ആദ്യത്തെ ഒരു ഇത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു രീതിയിൽ എടുക്കണം. കാരണം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ബാക്കിലേക്ക് പോകാനും പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് പാട്ട് ആഡ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് അമ്പലത്തിൻ്റെ മേലെ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. വ്യൂ എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു ഏരിയ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്രീനറിയും അവർ അറേഞ്ച് ചെയ്ത സംഭവങ്ങളൊക്കെ. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ, 4 നിലയിൽ കുത്തനെയുള്ള സ്റ്റെപ്പ് വേണം. അപ്പോൾ വിഘ്നേഷ് ചേട്ടൻ അത് കയറി നിന്നിട്ടുള്ള ഒരു നിൽക്കലാണ് അവിടെ കണ്ടത്. കൃഷ്ണ ചേട്ടൻ കുട്ടിയും കൊണ്ട് കയറി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൈസ അങ്ങനെ താഴ്ഭാഗത്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും. നമ്മൾ അമ്പലത്തിൽ എങ്ങനെയാണോ പൈസ ഇടുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാം സംഭവങ്ങൾ. പ്രതിഷ്ഠ വേറെ തന്നെ ഉള്ളൂ, ബാക്കി എല്ലാ പരിപാടികളും ഒരേ തന്നെയാണ്. അവന് ഈ താഴേക്ക് ഇരുന്ന് കളിക്കാനും അതാണ് മെയിൻ ഇഷ്ടം. എടുത്ത് നടക്കുന്നതിനെക്കാട്ടിലും അവനെങ്ങനെ വിടണം, അവൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യലാണ് അവന് വേണ്ടത്. അപ്പോൾ അവനെങ്ങനെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അവിടെ. തൊട്ടപ്പുറത്ത് ശ്രീലക്ഷ്മി ചേച്ചി കുട്ടിക്ക് ഡയപ്പറും പരിപാടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാനിങ്ങനെ വിചാരിച്ചു ഒപ്പം അങ്ങനെ പാട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വോയിസ് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് ഓഡിയോ ആഡ് ചെയ്യണം. പക്ഷേ അതിനുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ പഠിച്ചിട്ട് ഞാൻ സെറ്റാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ വോയിസ് മാത്രമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സുങ്കു അവിടുത്തെ ചെടികളൊക്കെ പറിച്ച് ആ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ബീച്ചിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. നമുക്കത് നമ്മുടെ കണ്ണിൽ കാണുന്ന സമയത്താണ് നമുക്കത് എന്താ പറയുക ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു. ആ ഒരു സൺസെറ്റും ആ ഒരു ബീച്ചും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളൊരു തായ്ലൻഡ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക ഇതാണ് നമ്മൾ വിചാരിക്കുന്ന തായ്ലൻഡ് എന്ന് പറയുന്നത്. ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു ഉണ്ടായിരുന്നു. കുറച്ചധികം നടക്കണമായിരുന്നു, 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നടക്കണമായിരുന്നു. ഞങ്ങൾ ആ കയറ്റം കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഓരോ വ്യൂ പോയിൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നിന്ന് സൺസെറ്റ് കണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സൂര്യപ്രകാശം ആ ഒരു കടലിലിങ്ങനെ അടിക്കുന്ന ആ ഒരു എന്താ പറയുക അതും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ബോട്ട് അവിടെ നിൽക്കുന്ന ഞങ്ങൾ കുറേ നേരമായി നോക്കിക്കൊണ്ട് നിന്നു. വിഘ്നേഷ് ചേട്ടൻ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ, വലിയ തിരക്കെന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സീനൊക്കെ അടിപൊളി, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അതേപോലെയായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നമുക്കത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്, ജസ്റ്റ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്ഥലമാണത്. കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറേ നടന്ന് ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു കുറച്ച് നേരം. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനത്തെ കുറേ പ്രതിമകളും പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളും അവരിങ്ങനെ എല്ലാവരും അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടോന്നു അവിടെ. എവിടെ പോയാലും നമുക്ക് ആ കോഴിയുടെ പ്രതിമകൾ കാണാൻ പറ്റും. ഇതാണ് മേലിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. 4 സൈഡിലും കടലായത് തന്നെ നമുക്ക് അവിടെ അങ്ങനെ നിന്നത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അജീഷ് ചേട്ടൻ്റെ ഫോണിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. പിന്നെ കുറേ പേര് താഴെ ഇരുന്ന് കാണുന്നുണ്ട്, കുറേ പേര് മുകളിൽ വന്ന് കാണുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മറ്റേ ഇത് വ്യൂ പോയിൻ്റ് എന്ന് പറയില്ലേ, എന്താ ഇതിന് ഒരു പേരും അറിയില്ലേ, ആ സംഭവം തന്നെയാണ്. ആദ്യത്തെ ഞാനിതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടക്കും തോന്നുന്നില്ല. അതുതന്നെ ഞാൻ ഈ ഫസ്റ്റ് ഡേ ഇതോടെ നിർത്തുകയാണ്. സെക്കൻഡ് ഡേ മുതൽ വേറൊരു വ്ളോഗിൽ വരും.